സാമ്പത്തികമായി പ്രത്യേക കണക്കും ബാധ്യതയും ഉള്ള ആളുകൾക്കല്ലേ സക്കാത്ത്. സാമ്പത്തികമായും ശാരീരികമായും അതുപോലെ തന്നെ യാത്രാപരമായും കഴിവുള്ളവർക്കല്ലേ ഹജ്ജ്. ശാരീരികമായി ആരോഗ്യമുള്ളവർക്കല്ലേ നോമ്പ്. നിസ്കാരത്തിന് ആരോഗ്യം വേണോ വേണ്ട? നിസ്കാരത്തിന് സംവിധാനങ്ങളും സൗകര്യങ്ങളും വേണോ വേണ്ട? നിസ്കാരത്തിന് ബുദ്ധി മതി, ശുദ്ധിയും മതി. ബുദ്ധിയും ശുദ്ധിയുണ്ടോ? നിസ്കരിച്ചോളാം. വേറെ വർത്തമാനങ്ങളൊന്നും പറയാനില്ല. അവസ്ഥാതെ ശുദ്ധിയില്ല. എന്താ ശുദ്ധി ഇല്ലാത്തത്? വാർച്ചയാണ്, മൂത്രവാർച്ചയാണ്. വല്ല ഒഴിവുണ്ടോ? ഒരു ഒഴിവുമില്ല. നീ നിന്റെ ആ പമ്പ് യഥാസമയത്തൊന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് പെട്ടെന്ന് തന്നെ ഉളുവെടുത്ത് ആ പമ്പ് അങ്ങനെ തന്നെ ഫിറ്റ് ചെയ്ത് നിസ്കരിച്ചോളണം. അല്ല ഉസ്താദെ, മൂത്രം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കല്ലേ? മൂത്രം അങ്ങനെ ഒഴുകാൻ വേണ്ടിയിട്ട് ഭക്ഷണം മുടങ്ങില്ലല്ലോ. ഭക്ഷണം മുടങ്ങില്ല, ഉറക്കം മുടങ്ങുന്നില്ലല്ലോ. ഇല്ല. പിന്നെ ഇതിന് നിസ്കാരം മാത്രം മുടക്കണം എന്തിനാ? അല്ല ഉസ്താദ്, നിസ്കാരത്തിന് ശുദ്ധി വേണ്ടേ? അപ്പോഴുള്ള ശുദ്ധി അതാ. ആ ദായിമുൽ ഹദത്തിന്റെ ശുദ്ധി അതാണ്. ആ ദായിമുൽ ഹദത്തിന് ജുമുഅക്ക് 2 ഉളു എടുക്കണം. ഖുതുബക്കൊരു ഉളു, നിസ്കാരത്തിനൊരു ഉളു. ആ ദായിമുൽ ഹദത്ത് ഓരോ സമയത്ത് കൃത്യമായി കാര്യങ്ങൾ നിർവഹിച്ച് നിസ്കരിച്ചോളണം. ആ രക്തം അങ്ങനെ, ആ മലമങ്ങനെ, ജലമങ്ങനെ പോകുന്നത് കൊണ്ട് ശരീരത്തിന് ആരോഗ്യം വലിയ ക്ഷീണുണ്ട്. നോമ്പ് നോൽക്കണ്ട, പകരം മുദ്ദു കൊടുത്താൽ മതി. നിസ്കാരത്തിന് പകരം മുദ്ദു കൊടുക്കാൻ പറഞ്ഞാൽ എത്ര ആൾ റെഡി ഉണ്ടാവും അറിയോ? സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ റെഡിയായിരിക്കും. നിസ്കാരത്തിന് പകരം കാലം മുദ്ദു കൊടുക്കാൻ പറഞ്ഞാൽ തിരക്കില്ല എന്ന് പറയും.